SSLC മാർച്ച് 2024 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു അല്ലേ? എന്തായാലും മോഡൽ എക്സാമിനേക്കാളൊക്കെ ഒരുപാട് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം 1 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രകാശഗ്രാഹി കോശത്തിലെ വർണ്ണകം ഏത്? നമുക്കറിയാം, ഈ ചിത്രം കോൺകോശത്തിൻ്റെ ചിത്രമാണ് അല്ലേ? ഇതിൽ കോൺകോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിനാണ് ആൻസർ. ഇനി ചോദ്യം 2, ന്യൂക്ലിയോടൈഡിലെ ഘടകമായി വരാത്തത് ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ഇതിൽ ന്യൂക്ലിയോടൈഡിൽ വരാത്തത് പ്രോട്ടീനാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയുള്ള ഫോസ്ഫേറ്റ്, പഞ്ചസാര, നൈട്രജൻ ബേസ് ഒക്കെ ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങളായിട്ട് വരുന്നതാണ്. ഉത്തരം പ്രോട്ടീൻ. ചോദ്യം 3, നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. മോണോസൈറ്റ് മറ്റ് ക്ഷയരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് മറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ന്യൂട്രോഫിൽ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഈസിനോഫിൽ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ഉത്തരം ശരിയായിട്ടുള്ളത് ഈസിനോഫിൽ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ മറ്റുള്ളവയിൽ മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. അതുപോലെ ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അല്ല, അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഈസിനോഫിൽ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചോദ്യം 4, പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫലരൂപീകരണം ഓക്സിൻ. ഫലങ്ങൾ പാകമാകൽ തന്നിട്ടില്ല. ഉത്തരം എഥിലീൻ അല്ലേ? എഥിലീൻ എന്ന സസ്യ ഹോർമോണാണ് ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്നത്. ഇനി ചോദ്യം 5, ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഉത്തരം ജീൻ മാപ്പിംഗ്. ഇനി ചോദ്യം 6, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഇവിടെ ഒന്നാമത്തത്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം എന്ന വാദഗതിയാണ് പാൻസ്പെർമിയ. അത് ശരിയാണ്. ബി, ജീവപരിണാമവുമായി ബന്ധപ്പെട്ട പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഹ്യൂഗോ ഡിവ്രീസ്. അത് തെറ്റാണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ്റേതാണ് അല്ലേ? ഉത്തരം ചാൾസ് ഡാർവിൻ. ഈ ഹ്യൂഗോ ഡിവ്രീസിൻ്റെ ഉൽപ്പരിവർത്തന സിദ്ധാന്തമാണ് വരുന്നത്. ഉൽപ്പരിവർത്തനമാണ് ഹ്യൂഗോ ഡിവ്രീസിൻ്റെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ബി തെറ്റാണ്. ഹ്യൂഗോ ഡിവ്രീസിന് പകരം ചാൾസ് ഡാർവിൻ. അടുത്തത്, അതിലെ സി, ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ബി ആണ്. ഇനി ചോദ്യം 7, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലക്ഷണങ്ങൾ ഇതാണ്: കേവല ഓർമ്മകൾ ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക. ചോദ്യം എ, രോഗം ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ഉത്തരം അൽഷിമേഴ്സ് ആണ് അല്ലേ? അൽഷിമേഴ്സ് ആണ് കേവല ഓർമ്മകൾ ഇല്ലാതാകുന്ന അല്ലേ? അല്ലെങ്കിൽ ബന്ധുക്കളെയും കൂട്ടുകാരെയും തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന രോഗം അൽഷിമേഴ്സ് ആണ് അല്ലേ? അസാധാരണമായ മറവിയാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം.
ഇനി ബി, രോഗകാരണം വിശദമാക്കുക. ഇതാണ് കാരണം: തലച്ചോറിലെ കലകളിൽ ഒരുതരം അലേയമായ പ്രോട്ടീൻ അടിയുന്നു. അതുവഴി ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ചോദ്യം 8. ഹോർമോൺ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പട്ടിക ഉചിതമായി പൂരിപ്പിക്കുക. 3 കോളങ്ങളുണ്ട്. ABC. എ കാരണമാണ്, ബി ഗ്രന്ഥി, സി രോഗാവസ്ഥ. അപ്പോൾ ആദ്യം കാരണമില്ല, അതുപോലെ ഗ്രന്ഥി തന്നിട്ടില്ല. രോഗാവസ്ഥ ക്രിറ്റിനിസം അല്ലേ? ക്രിറ്റിനിസത്തിൻ്റെ കാരണം നമുക്കറിയാം, ഹൈപ്പോ തൈറോയിഡിസമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ അളവ് കുട്ടികളിൽ കുറയുന്ന രോഗമാണ് ക്രിറ്റിനിസം അല്ലേ? തൈറോക്സിൻ്റെ അളവ് കുറയുന്ന രോഗത്തിന് പൊതുവെ പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്ന രോഗമാണ് ക്രിറ്റിനിസം. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസം. ഇനി ഏത് ഗ്രന്ഥിയാണ് അല്ലേ? ഏത് ഗ്രന്ഥിക്കാണ് ഇത്? ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി അല്ലേ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കോളം കാരണം തന്നിട്ടുണ്ട്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം അല്ലേ കുറയുന്നു. ഗ്രന്ഥിയുണ്ട്, രോഗാവസ്ഥയുണ്ട്. അപ്പോൾ ഗ്രന്ഥി ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന് വാസോപ്രസിന്, അതുപോലെ തന്നെ മറ്റൊന്ന് ഓക്സിറ്റോസിന്. ഇവിടെ വാസോപ്രസിനാണ് ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ അല്ലേ? അപ്പോൾ വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാകിരണം കുറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥി ഹൈപ്പോതലാമസ് ആണ്. ഈ രോഗാവസ്ഥ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിലൂടെ അമിതമായി ജലം നഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. ഓക്കെ, ഇനി ചോദ്യം ബി. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ടെക്സ്റ്റിലുള്ള അതേ ചിത്രമാണ്. ഈ 3 ഘട്ടങ്ങളും ടെക്സ്റ്റിലുണ്ട്. ഘട്ടം 1, ഘട്ടം 2, ഘട്ടം 3. അപ്പോൾ ഇവിടെ ചോദ്യം എ. ചിത്രീകരണത്തിൽ സൂചിപ്പിച്ച പ്രക്രിയ ഏത്? ഇവിടെ പ്രക്രിയ ഉള്ളത് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറലാണ് അല്ലേ? ഈ പ്രക്രിയക്ക് പറയുന്നത് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ. ആദ്യം ഇവിടെ 2 ക്രോമസോമുകൾ അടുത്തടുത്തുണ്ട്. പിന്നെ ഒരു ക്രോമസോം മറ്റൊരു ക്രോമസോമിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ പ്രക്രിയയാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ. ഇനി അതിലെ ചോദ്യം ബി. ഈ പ്രക്രിയയുടെ പ്രാധാന്യം എന്താണ്? ജീനുകളുടെ വിന്യാസത്തിൽ മാറ്റം സംഭവിക്കുകയും സന്താനങ്ങളിൽ വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യും അല്ലേ? മാതാപിതാക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഈ ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ. ഓക്കെ, ഇനി ചോദ്യം 10. നൽകിയ പ്രസ്താവനകൾക്ക് ഉചിതമായ കാരണം എഴുതുക. 1 അല്ലെങ്കിൽ എ. ഡിഫ്തീരിയ രോഗബാധിതരുടെ തൊണ്ടയിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം ഉണ്ടാകുന്നു. ഡിഫ്തീരിയ രോഗബാധിതരുടെ തൊണ്ടയിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഡിഫ്തീരിയക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലേ? അപ്പോൾ ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻ മൂലം അല്ലേ, വിഷവസ്തു ടോക്സിൻ മൂലം ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങൾ തകരാറിലാകുന്നതാണ് ഈ കട്ടിയുള്ള ഒരാവരണം ഈ ഡിഫ്തീരിയ രോഗികളുടെ തൊണ്ടയിൽ ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്താണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയെ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻ മൂലം ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങൾ തകരാറിലാകുന്നതാണ് തൊണ്ടയിൽ ചാരനിറത്തിലുള്ള കട്ടിയുള്ള ഒരു ആവരണം ഉണ്ടാകാൻ കാരണം. ഇനി അതിലെ ചോദ്യം ബി. ഹീമോഫീലിയക്ക് പരിപൂർണ ചികിത്സ ലഭ്യമല്ല. എന്താ കാരണം? ഇതൊരു ജനിതക രോഗമായതിനാലാണ്. ഇതൊരു ജനിതക രോഗമാണ്, അതുകൊണ്ടാണ്. എന്താണ് ഹീമോഫീലിയ?
ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത രോഗാവസ്ഥയാണ് അല്ലേ. ചെറിയ മുറിവുണ്ടായാൽ പോലും അനിയന്ത്രിതമായ രക്തസ്രാവം ആ മുറിവിൽ നിന്ന് ഉണ്ടാകും അല്ലേ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ തകരാറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ജനിതക രോഗമാണ്. അതുകൊണ്ടാണ് ഇതിന് ചികിത്സ ലഭ്യമല്ല എന്ന് പറയുന്നത്. ഇനി ചോദ്യം 11. ചുവടെ തന്നിരിക്കുന്നവയിൽ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. ചോദ്യം ഇതാണ്. ചുവടെ കുറച്ച് പ്രവർത്തനങ്ങൾ അല്ലേ തന്നിട്ടുണ്ട്. അതിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും അല്ലെ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ ഒന്ന്, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, അതൊന്ന്. മറ്റൊന്ന്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒന്ന്, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. മറ്റൊന്ന്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. അതായത് ഈ സിമ്പതറ്റിക്കിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ചില സന്ദർഭങ്ങളിൽ അല്ലേ, പേടി, അതുപോലെ തന്നെ ദേഷ്യം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ പ്രത്യാഘാതങ്ങളൊക്കെ സിമ്പതറ്റിക് അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഉമിനീർ ഉൽപ്പാദനം കുറയുക, കൃഷ്ണമണി വികസിക്കുക, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് അല്ലേ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി ചോദ്യം 12. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു ചിത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റിലുള്ള അതേ ചിത്രമാണ് അല്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാകും. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം എ. ഈ പരീക്ഷണം ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഏത് സിദ്ധാന്തത്തെയാണ് സാധൂകരിക്കുന്നത്? ഉത്തരം രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് ഇത് അല്ലേ. ഇത് പരീക്ഷണശാലയിൽ ആദ്യമായി അമിനോ ആസിഡ് 1953 സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറയും കൂടെ പരീക്ഷണശാലയിൽ ആദിമഭൂമിയിൽ അമിനോ ആസിഡ് ഉണ്ടാകാൻ കാരണമായ അതേ ഘടകങ്ങൾ ഉൾപ്പെടുത്തി അല്ലേ, വീണ്ടും പരീക്ഷണശാലയിൽ അമിനോ ആസിഡ് നിർമ്മിച്ച ഒരു ചിത്രീകരണമാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രാസപരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിലെ ചോദ്യം ബി. ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ച പ്രധാന ആശയം എന്ത്? ഇതാണ്. ആദിമ ഭൂമിയിലെ ചില സവിശേഷ സാഹചര്യങ്ങളിൽ അനേക വർഷങ്ങൾ കൊണ്ട് സമുദ്രത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ രാസമാറ്റങ്ങളുടെ ഫലമായാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ആദ്യ ജീവകണിക അല്ലെ ജീവകോശം ഭൂമിയിലുണ്ടായത് എന്ന് പറയപ്പെടുന്നത്. അപ്പം എന്താണ്? ആദിമ ഭൂമിയിലെ ചില സവിശേഷ സാഹചര്യങ്ങളിൽ അനേക വർഷങ്ങൾ കൊണ്ട് സമുദ്രത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ രാസമാറ്റങ്ങളുടെ ഫലമായാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എന്നാണ് ഇത് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം. ഇനി ചോദ്യം 13. നൽകിയിരിക്കുന്ന അവയവ വ്യവസ്ഥകളെ പുകവലി ദോഷകരമായി ബാധിക്കുന്നത് എങ്ങനെ? പുകവലി താഴെ തന്നിരിക്കുന്ന 2 അവയവ വ്യവസ്ഥകളെ എങ്ങനെയൊക്കെയാണ് ദോഷകരമായി ബാധിക്കുന്നത്? ആദ്യം 1, ശ്വസന വ്യവസ്ഥ. അതിൽ ശ്വസന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറുകൾ 1, ശ്വാസകോശ ക്യാൻസർ, അതുപോലെ തന്നെ എംഫീസീമ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളാണ് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. അതുപോലെ രക്തപര്യന വ്യവസ്ഥ എങ്ങനെയാണ് ബാധിക്കുന്നത്? 1, രക്തസമ്മർദ്ദം കൂടുന്നു അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ ധമനികളുടെ ക്ഷമത കുറയൽ അല്ലേ. ഇനി ചോദ്യം 14, 3 മാർക്കിൻ്റെ ചോദ്യമാണ്, 14 മുതൽ 20 വരെ. അതിൽ ചോദ്യം ഇതാണ്, 14ാമത്തത്. സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണത്തിൻ്റെ ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണത്തിൻ്റെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ ആവേഗം അല്ലേ പോകുന്നതാണ് തന്നിട്ടുള്ളത്. XY 2 ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോദ്യം എ.
എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏത്? അപ്പോൾ ആദ്യം ആവേഗം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്താണ്. അപ്പോൾ നമുക്കറിയാം ആവേഗം ഒരു നാഡീകോശത്തിൻ്റെ അവസാനം എത്തുന്നത് സിനാപ്റ്റിക് നോബിലാണ് അല്ലേ? സിനാപ്റ്റിക് നോബിൽ നിന്നാണ് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബാണ്. എക്സ് അല്ലേ? എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം സിനാപ്റ്റിക് നോബ്. ചോദ്യം ബി, എക്സിൽ നിന്നും സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കളുടെ ധർമ്മം എന്ത്? എക്സിൽ നിന്ന് സ്രവിക്കുന്ന രാസവസ്തുക്കളുടെ ധർമ്മം, അതായത് സിനാപ്റ്റിക് നോബിൽ നിന്ന് പുറപ്പെടുന്ന രാസവസ്തുവിൻ്റെ ധർമ്മം എന്താണ്? ഉത്തരം തൊട്ടടുത്ത നാഡീകോശത്തെ ഉത്തേജിപ്പിക്കുക അല്ലേ? തൊട്ടടുത്ത നാഡീകോശത്തെ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഭാഗത്തെ ഉത്തേജിപ്പിക്കുക. ഓക്കെ. ഇനി ചോദ്യം സി, ആവേഗങ്ങൾ എക്സിൽ നിന്നും വൈയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട്? ആവേഗങ്ങൾ എക്സിൽ നിന്ന് വൈയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം സിനാപ്റ്റിക് നോബിൽ നിന്നും സ്രവിക്കുന്ന രാസവസ്തുക്കൾ അഥവാ നാഡീയ പ്രേക്ഷകം അല്ലേ? രാസവസ്തുക്കളുടെ മറ്റൊരു പേരാണ് നാഡീയ പ്രേക്ഷകം. ഇത് തൊട്ടടുത്ത ഭാഗത്തെ അതായത് വയ്യെ ഉത്തേജിപ്പിച്ച് ആവേഗ പ്രസരണം സാധ്യമാക്കുന്നതിനാലാണ് അല്ലേ? അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്നും സ്രവിക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് ആവേഗ പ്രസരണം സാധ്യമാക്കുന്നു. അതിലൂടെയുമുള്ള ആവേഗങ്ങളുടെ പ്രസരണം സാധ്യമാക്കുന്നത് കൊണ്ടാണ് എക്സിൽ നിന്ന് വൈയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നത്. ഇനി ചോദ്യം 15, ഗന്ധം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ഘട്ടങ്ങൾ: ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു, ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു, ആവേഗങ്ങൾ രൂപപ്പെടുന്നു, ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു, ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു, ആവേഗങ്ങൾ സെറിബ്രത്തിൽ എത്തുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഒന്നാമത് വരുന്നത് ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞാൽ ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. മൂന്നാമത് വരുന്നത് ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. 4 ആവേഗങ്ങൾ രൂപപ്പെടുന്നു. 5 ആവേഗങ്ങൾ സെറിബ്രത്തിലെത്തുന്നു. 6 ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു. ഓക്കെ. ചോദ്യം 16, തന്നിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് എ കോളത്തിനനുസരിച്ച് ബി സി കോളങ്ങൾ ക്രമീകരിച്ചെഴുതുക അല്ലേ? അപ്പോൾ ഇവിടെ എ കോളത്തിനനുസരിച്ച് എ കോളം അതുപോലെ നിലനിർത്തിയിട്ട് ബിയും സിയും എഴുതാനാണ് അല്ലേ? മാറ്റി എഴുതാനാണ്. അപ്പോൾ എ കോളത്തിൽ ആദ്യം വരുന്നത് ക്ഷയമാണ്. ക്ഷയരോഗത്തിന് നേരെ ബി കോളത്തിൽ വരുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ അല്ലേ? അതുപോലെ സി കോളത്തിൽ നേരെ എഴുതണം, ഇങ്ങോട്ടെടുത്ത് എഴുതണം. പിന്നെ അതിന് നേരെ സി കോളത്തിൽ എന്താ എഴുതേണ്ടത്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായു വഴിയോ അല്ലേ പകരുന്ന വിധമാണ്. അപ്പോൾ എ കോളം രോഗാവസ്ഥയാണ്, ബി കോളം ലക്ഷണമാണ്, സി കോളം പകരുന്ന വിധമാണ്. ഇതിങ്ങനെ വരച്ച് വെച്ചാൽ പോരെ, നേരെ എഴുതണം കേട്ടോ. ക്ഷയരോഗത്തിന് നേരെ ഈ കോളത്തിലുള്ള ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്ന് ഇവിടെ എഴുതുക. ബി കോളത്തിൽ എഴുതുക. സി കോളത്തിൽ എഴുതേണ്ടത് എന്താ? പകരുന്ന വിധമാണ്. ക്ഷയരോഗം പകരുന്നത് രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായു വഴിയോ ആണ് ഈ രോഗം പകരുന്നത്. ഇനി രണ്ടാമത്തെ എ കോളത്തിൽ രണ്ടാമത് ഹെപ്പറ്റൈറ്റിസ്. ബി കോളത്തിൽ അതിന് നേരെ എഴുതേണ്ടത് ഇതാണ്: ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും കടും മഞ്ഞ നിറം അല്ലേ? ഇതാണ് ഹെപ്പറ്റൈറ്റിസ് നേരെ എഴുതേണ്ടത്. ഇനി സി കോളത്തിൽ എഴുതാനുള്ളത് മലിനമായ ആഹാരം, ജലം, രക്തഘടകങ്ങൾ, രോഗിയുടെ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഓക്കെ. ഇനി എയിലെ മൂന്നാമത്തത് മലമ്പനിയുടെ ലക്ഷണം: വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ്, തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയാണ് ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ അത് പകരുന്ന വിധം അനോഫിലിസ് പെൺകൊതുകുകൾ വഴിയാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ മലമ്പനി,
വിറയലോട് കൂടിയ പനി, ബി കോളത്തിൽ അമിത വിയർപ്പ്, തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച. അവസാനം പകരുന്ന വിധം അനോഫിലിസ് പെൺകൊതുകൾ വഴി. ഓക്കെ, അത്രയും എഴുതിയാൽ മതി. ചോദ്യം 17. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രസ്താവന ഇതാണ്: അരുണിൻ്റെ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ, ബി എന്നീ ആൻറ്റിജനുകൾ, എ, ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനാധാരം. ഇപ്രകാരം മനുഷ്യനിൽ എത്ര രക്തഗ്രൂപ്പുകളുണ്ട്? ഓരോ ഗ്രൂപ്പിലെയും ആൻറ്റിജനും ആൻറ്റിബോഡിയും എഴുതുക. എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ രക്തഗ്രൂപ്പ് 4 രക്തഗ്രൂപ്പുകളാണ് ഉള്ളത്: എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, അല്ലേ? എ ബി, എ ബി, ഒ. ഇനി അതിലെ ആൻറ്റിജനുകൾ: എ ഗ്രൂപ്പിലെ ആൻറ്റിജനാണ് ആൻറ്റിജൻ എ, ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി, എ ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ, ആൻറ്റിജൻ ബി. അതുപോലെ ഒ ഗ്രൂപ്പിലാണെങ്കിൽ ആൻറ്റിജൻ ഇല്ല. ഇനി ഓരോ ഗ്രൂപ്പിലെയും ആൻറ്റിബോഡികൾ, ചെറിയക്ഷരം കൊണ്ടാണ് ആൻറ്റിബോഡികളെ സൂചിപ്പിക്കുന്നത്. എ ഗ്രൂപ്പിലെ ആൻറ്റിജനാണ് ബി, ആൻറ്റിജൻ ബി. അതുപോലെ തന്നെ ആൻറ്റിബോഡി ബി. ബി ഗ്രൂപ്പിലാണെങ്കിൽ ആൻറ്റിബോഡി എ, അല്ലേ? ചെറിയക്ഷരം എ. എ ബി ഗ്രൂപ്പിൽ ആൻറ്റിബോഡികൾ ഇല്ല, ആൻറ്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിലാണെങ്കിൽ എ എന്ന ആൻറ്റിബോഡിയും ബി എന്ന ആൻറ്റിബോഡിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ രക്തഗ്രൂപ്പ് തരംതിരിക്കുന്നത് പ്രധാനമായും അതിലുള്ള ആൻറ്റിജൻ, ആൻറ്റിബോഡി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി മറ്റൊരു വസ്തുത മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പറയാറുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പ്. എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പും തരംതിരിക്കുന്നത്? മറ്റൊരു ആൻറ്റിജൻ, രക്തത്തിലെ മറ്റൊരു ആൻറ്റിജൻ ആണ് ആൻറ്റിജൻ ഡി അഥവാ RH ഘടകം, അല്ലേ? ഈ ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഘടകം ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പ് പോസിറ്റീവും, RH ഘടകം ഇല്ലെങ്കിൽ ആ രക്തഗ്രൂപ്പ് നെഗറ്റീവുമാണ്. ഇപ്പോൾ ഒരാളുടെ രക്തത്തിൽ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഘടകം ഉണ്ട് എങ്കിൽ അയാളുടെ ഗ്രൂപ്പ് എന്തായിരിക്കും? എ പോസിറ്റീവാണ്, അല്ലേ? ഓക്കെ, മനസ്സിലാക്കാം. ഇനി ചോദ്യം 18. ന്യൂക്ലിക് ആസിഡുകളുടെ ചില സവിശേഷതകളും അവയുടെ നിർമ്മാണ ഘടകങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ഉചിതമായി പട്ടികയിൽപ്പെടുത്തുക. ന്യൂക്ലിക് ആസിഡുകളുടെ ചില സവിശേഷതകളും അവയുടെ നിർമ്മാണ ഘടകങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ഉചിതമായി പട്ടികപ്പെടുത്തുക. നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളാണ്: റൈബോസ് പഞ്ചസാര, യുറാസിൽ, ഡീഓക്സി റൈബോസ് പഞ്ചസാര, ചുറ്റുകോവണിയുടെ ആകൃതി, ഒരിഴ, തൈമീൻ. ആദ്യം DNA. DNAയുടെ ഭാഗമായിട്ടുള്ളതാണ് ഏതൊക്കെ? ഒന്ന്, DNAയിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഡീഓക്സി റൈബോസ് പഞ്ചസാര. അതുപോലെ DNA ആകൃതി, അല്ലേ? ചുറ്റുകോവണിയുടെ ആകൃതിയാണ് DNAക്കുള്ളത്. അതുപോലെ തന്നെ DNAയിലുള്ള ഒരു നൈട്രജൻ ബേസാണ് തൈമീൻ. ഓക്കെ, തൈമീൻ. അപ്പോൾ ഈ 3 ഘടകങ്ങളും DNAയിൽ വരുന്നതാണ്. ഇനി RNAയിലുള്ള പഞ്ചസാര ഏർപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ്, അല്ലേ? RNAയിൽ റൈബോസ് പഞ്ചസാരയാണ്. അതുപോലെ തന്നെ തന്നിരിക്കുന്നതിൽ RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. അതുപോലെ തന്നെ ഈ RNAക്ക് ഒരിഴ മാത്രമാണ് ഉള്ളത്, ഒരിഴ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ DNAയിലുള്ള പ്രധാനപ്പെട്ട നൈട്രജൻ ബേസുകളാണ്: 1 അഡിനിൻ, 2 തൈമീൻ, 3 ഗോനിൻ, 4 സൈറ്റോസിൻ, അല്ലേ? അതിൽ പരസ്പരം ജോഡി ചേരുന്ന നൈട്രജൻ ബേസുകളാണ് ഇതൊക്കെ: AT, GC, AT അഡിനിൻ, തൈമീൻ, GC ഗോനിൻ, സൈറ്റോസിൻ. ഇനി പിന്നെ ഇവിടുത്തെ പഞ്ചസാര നമ്മൾ പറഞ്ഞു ഡീഓക്സി റൈബോസ് പഞ്ചസാര. അതുപോലെ DNAയുടെ ആകൃതിയാണ് ചുറ്റുകോവണിയുടെ ആകൃതി. DNAക്ക് 2 നെടിയ ഇഴകൾ കാണപ്പെടുന്നുണ്ട്.
അല്ലേ? 2 നെടിയ ഇഴകൾ DNA-യിലുണ്ട്. ഇനി RNA-യിലുള്ള പഞ്ചസാര പൊതുവെ റൈബോസ് പഞ്ചസാര എന്നാണ് അറിയപ്പെടുക. ഈ RNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് ഒന്ന് അഡിനിൻ, അതുപോലെ തന്നെ തൈമിന് പകരം യുറാസിലാണ്, പിന്നെ ഗോനിൻ, സൈറ്റോസിൻ. അത് കറക്റ്റാണ് അല്ലേ? അതുപോലെ DNA ഈ RNA-യിൽ ഒരു ഇഴ മാത്രമാണ് RNA-ക്കുള്ളത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ചോദ്യം 19. ബാക്ടീരിയയുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇത് ബാക്ടീരിയയുടെ ചിത്രീകരണമാണ്. ബാക്ടീരിയൻ്റെ DNA അല്ലേ? അതുപോലെ തന്നെ ബാക്കിയുള്ളത് പൂരിപ്പിക്കാനാണുള്ളത്. X എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം A. X എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? അപ്പോൾ ഇവിടെ X എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഈ വൃത്താകൃതിയിൽ കാണപ്പെടുന്നതാണ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ DNA ആണ് ഈ പ്ലാസ്മിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ആകൃതി വൃത്താകൃതിയാണ് എന്ന് മനസ്സിലാക്കുക. ചോദ്യം B. ജനിതക എഞ്ചിനീയറിങ്ങിൽ Xൻ്റെ പ്രാധാന്യം എന്ത്? അപ്പോൾ എന്താണ് ഈ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ ജനിതക എഞ്ചിനീയറിങ്ങിൽ പ്രാധാന്യം അല്ലേ? ഇവിടെ എന്താ പ്രാധാന്യം? ഉത്തരം കൂട്ടിച്ചേർത്ത ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്ന വാഹകരായി അല്ലേ ഉപയോഗപ്പെടുത്തുകയാണ് പ്ലാസ്മിഡുകൾ. ഓക്കെ, അപ്പോൾ കൂട്ടിച്ചേർത്ത ജീനിനെ അല്ലേ, ഒരു ജീനിനെ പ്രത്യേകിച്ചും ഈ ബാക്ടീരിയയുടെ കോശങ്ങളിലാണ് ജീനുകളെ വളരാൻ അനുവദിക്കുന്നത് അല്ലേ, ബാക്ടീരിയയുടെ കോശത്തിൽ. അപ്പോൾ മുറിച്ചെടുത്ത ജീനുകളെ കൂട്ടിച്ചേർത്ത് മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്ന വാഹകരായി ഉപയോഗിക്കുകയാണ് പ്ലാസ്മിഡ്, അല്ലെങ്കിൽ പ്ലാസ്മിഡ് വാഹകരാണ് അല്ലേ, മനസ്സിലാക്കുക. ഇനി ചോദ്യം 20. ബാക്ടീരിയയും മനുഷ്യനും ഒരു പൊതുപൂർവികനിൽ നിന്നുണ്ടായി എന്ന് സാധൂകരിക്കുന്ന ജൈവരസതന്ത്രത്തിലെയും ശരീരധർമ്മശാസ്ത്രത്തിലെയും ഏതെങ്കിലും 3 തെളിവുകൾ എഴുതുക. ബാക്ടീരിയയും മനുഷ്യനും ഒരു പൊതുപൂർവികനിൽ നിന്നുണ്ടായി എന്ന് സാധൂകരിക്കുന്ന ജൈവ രസതന്ത്രത്തിലെയും ശരീരധർമ്മശാസ്ത്രത്തിലെയും ഏതെങ്കിലും 3 തെളിവുകൾ എഴുതുക. 1. രണ്ടിലും എൻസൈമുകളാണ് രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അതായത് ബാക്ടീരിയയിലും മനുഷ്യനിലും രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. രണ്ടാമത്തത്, ATP തന്മാത്രകളിലാണ് ഊർജം സംഭരിക്കുന്നത് അല്ലേ, മനുഷ്യനിലായാലും ബാക്ടീരിയയിലായാലും ATP തന്മാത്രകളിലാണ് ഊർജ സംഭരണം നടക്കുന്നത്. 3. ജീനുകളാണ് പാരമ്പര്യം നിയന്ത്രിക്കുന്നത് അല്ലേ, പാരമ്പര്യവാഹകർ എന്നറിയപ്പെടുന്ന ജീനുകളാണ്. അത് മനുഷ്യനിലും ബാക്ടീരിയയിലും ഒന്ന് തന്നെയാണ്. ഓക്കെ, ചോദ്യം 21. 21 മുതൽ 23 വരെ ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്കാണ്. 21. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന പ്രവർത്തനം വിശകലനം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ പ്രവർത്തനമാണ് രക്തം, കാൽസ്യത്തിൻ്റെ കൈമാറ്റമാണ്. അസ്ഥികളിലേക്കും തിരിച്ച് അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്കും കാൽസ്യം കൈമാറ്റം ചെയ്യുന്നതാണ് പ്രവർത്തനം. അതിൽ ചോദ്യം A. X ഏത് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അല്ലേ? അപ്പോൾ കാൽസ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ X ഏത് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് X എന്നറിയപ്പെടുന്നത് അല്ലേ. അത് ഹോർമോണിൻ്റെ പേര് കാൽസിറ്റോണിനാണ്. കാൽസിറ്റോണിനാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടുത്തെ ഹോർമോൺ. ഇനി ചോദ്യം B. Y എന്ന് സൂചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? Y പാരാത്തോർമോണാണ്. പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ, ചോദ്യം C. ഈ ഹോർമോണുകളുടെ മറ്റ് പ്രവർത്തനങ്ങൾ എഴുതുക. Xൻ്റെ മറ്റൊരു ധർമ്മം എന്താ? കാൽസ്യം രക്തത്തിലേക്ക് കലരാതെ തടയൽ. അതുപോലെ തന്നെ Yയുടെ മറ്റൊരു ധർമ്മമാണ് വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യം പുനരാഗിരണം ചെയ്യൽ. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കൂടിയാൽ കുറക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിനും കുറഞ്ഞാൽ
കൂട്ടുന്ന ഹോർമോൺ പാരാതോർമോണുമാണെന്ന് മനസ്സിലാക്കാം. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml കേട്ടോ. 100 ml അല്ലെങ്കിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ ഉള്ള കാൽസ്യത്തിൻ്റെ അളവാണ് 9 മുതൽ 11 മില്ലിഗ്രാം വരെ. അപ്പോൾ അത് കുറഞ്ഞാലും കൂടിയാലുമുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. 9നേക്കാളും കുറഞ്ഞാൽ അത് കൂട്ടുന്നത് പാരാതോർമോണും, അതുപോലെ തന്നെ കൂടിയാൽ അത് 11നേക്കാളും കൂടിയാൽ അത് കുറക്കുന്നത് കാൽസിറ്റോണിനുമാണെന്ന് മനസ്സിലാക്കുക. കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും പാരാതോർമോൺ ഉണ്ടാക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുമാണെന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യം 22. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചുവടെ നൽകിയിരിക്കുന്ന പ്രതിരോധ തന്ത്രങ്ങൾ എപ്രകാരം സഹായിക്കുന്നു എന്ന് വിശദമാക്കുക. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചുവടെ നൽകിയിരിക്കുന്ന പ്രതിരോധ തന്ത്രങ്ങൾ എപ്രകാരം സഹായിക്കുന്നു എന്ന് വിശദമാക്കുക. എ. ഫാഗോസൈറ്റോസിസ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് അല്ലേ ഈ പ്രക്രിയയിൽ. ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇതിന് സഹായിക്കുന്ന ക്ഷയരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലേ. ഇനി ബി. പനി വന്നു കഴിഞ്ഞാൽ അല്ലേ, പനി എന്ന് പറഞ്ഞാൽ രോഗമല്ല മറിച്ച് രോഗലക്ഷണമാണ്. അപ്പോൾ രോഗാണുക്കളുടെ പെരുകൽ കുറയും അല്ലേ, രോഗാണുക്കൾ പെരുകുന്നത് കുറയും, ശരീരം ചൂട് കൂടുന്ന അവസ്ഥയാണ് പനി. ഇനി സി. മുറിവുണങ്ങൽ, അണുബാധ തടയുന്നു. മുറിവുണങ്ങൽ അണുബാധ തടയും. രക്തം കട്ട പിടിക്കൽ, രക്തം നഷ്ടപ്പെടാതെ തടയും അല്ലേ. രക്തസ്രാവം കുറക്കുന്നത് രക്തം കട്ട പിടിക്കൽ വഴിയാണ്. അതുപോലെ തന്നെ മുറിവിലൂടെയുള്ള അണുബാധ തടയുകയും ചെയ്യും രക്തം കട്ട പിടിക്കുന്നതിലൂടെ. ചോദ്യം 23. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങളുടെ പേരെഴുതി അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. അതിൽ 4 മാർക്കാണുള്ളത്. ആദ്യം ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്കും ബാക്കി 3 ചോദ്യങ്ങൾക്ക് അല്ലേ അടയാളപ്പെടുത്തുന്നതിനുമാണ്. അപ്പോൾ ആദ്യം കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സോൺ ആണ്. ആക്സോൺ അല്ലേ, ആക്സോൺ. ഇവിടെ മുതൽ ഇതുവരെ ആക്സോൺ ആണ്, ആക്സോൺ. അപ്പോൾ ഒന്ന് എഴുതുക, മാർക്ക് ചെയ്യുക, എ എന്ന് കൊടുക്കുക, ആക്സോൺ എന്ന് എഴുതാം. ബി. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം അല്ലേ. ഒരു ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ബി ഈ അഗ്രഭാഗം, ഇതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുക. അപ്പോൾ ബി എന്ന് എഴുതുക, ഡെൻഡ്രൈറ്റ്. ഇനി സി. ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം സി ആണ്, അത് ഡെൻഡ്രോൺ ആണ് അല്ലേ. ആദ്യം ആവേഗങ്ങളെ സ്വീകരിക്കുന്നത് ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങൾ ഡെൻഡ്രോണിലേക്ക് എത്തും. ഡെൻഡ്രോൺ ആണ് കോശരീരത്തിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 നിങ്ങൾക്ക് ഉത്തരമായി. പിന്നെ 1 മാർക്ക് ചിത്രം വരയ്ക്കുന്നതിനും. അങ്ങനെ ആകെ 4 മാർക്കാണ് ചിത്രത്തിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ചോദ്യങ്ങളും നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നല്ലൊരു വിജയം അല്ലേ, നല്ല A+, എല്ലാവർക്കും A+ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ.